നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഇതാണ്: സൈൻ എക്സ് പ്ലസ് വൈ ബൈ സൈൻ എക്സ് മൈനസ് വൈ. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ. ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എന്നാണ്. ഇത് ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ LHS എടുത്തിട്ട് RHS കണ്ടുപിടിക്കുക, RHS പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ RHS എടുത്തിട്ട് LHS പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. LHS എടുക്കുന്നു. LHS എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് വൈ ബൈ സൈൻ എക്സ് മൈനസ് വൈ. നമ്മൾ ആദ്യം നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈക്ക് നമുക്ക് ഫോർമുല അറിയാം. നമ്മൾ ഇതിൻ്റെ ഫോർമുല പഠിച്ചതാണ്. അതിൻ്റെ ഫോർമുല സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഈ ഫോർമുലാസൊക്കെ എഴുതി പഠിക്കണേ. ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് വൈ, സൈൻ എക്സ് മൈനസ് വൈ ആകുമ്പോൾ ഈ പ്ലസ് മൈനസ് ആകുന്നു മാത്രം, മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇനി നോക്കുക, നമുക്കിനി കിട്ടേണ്ടത് ഈ ഭാഗത്ത് ഇതിന് പകരം ടാൻ എക്സ് വരണം, ഇതിന് പകരം ടാൻ വൈ വരണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം നോക്കുക. ഇതിൽ നിന്ന് ടാൻ എക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ കോസ് വൈ ഇവിടുന്ന് മാറണം. അതിന് പകരം സൈൻ എക്സിൻ്റെ താഴെ കോസ് എക്സ് വരണം. അപ്പോൾ അതിനെന്താണ് വഴിയെന്ന് ആലോചിക്കുക. അപ്പോൾ അതിന് നമ്മൾ കോസ് എക്സ് കോസ് വൈനെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ത്രൂ ഔട്ട് ഇവിടെ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വെറുതെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ ആ കോസ് എക്സ് കോസ് വൈ അവിടെ ഡിവൈഡ് ചെയ്തതിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് താഴെയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് മുകളിലും താഴെയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഒരേ സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതെന്താ സംഭവിക്കുക, ആക്ച്വലി ഇതിങ്ങനെ കട്ടായി പോകൂലേ. അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല എന്നല്ലേ വരിക. അപ്പോൾ കോസ് എക്സ് കോസ് വൈന് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ എക്സ് കോസ് വൈ, ഇതിന് കോസ് എക്സ് കോസ് വൈ ഉണ്ട്, പ്ലസ് ഈ കോസ് എക്സ് സൈൻ വൈന് കോസ് എക്സ് കോസ് വൈ ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്താ സൈൻ എക്സ് കോസ് വൈന് കോസ് എക്സ് കോസ് വൈ ഉണ്ട്, മൈനസ് കോസ് എക്സ് സൈൻ വൈന് കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ കോസ് വൈയും കട്ട് ചെയ്ത് പോയി. ഇവിടെ കോസ് എക്സും കട്ട് ചെയ്ത് പോയി. ഇവിടെ കോസ് വൈയും കട്ട് ചെയ്ത് പോയി. ഇവിടെ കോസ് എക്സും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള എന്താ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ടാൻ എക്സ് ആണ്, പ്ലസ് സൈൻ വൈ ബൈ കോസ് വൈ അത് ടാൻ വൈ ആണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് അത് ടാൻ എക്സ് ആണ്, പിന്നെ മൈനസ് സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ ആണ്. ഇതെല്ലായിരുന്നോ നമുക്ക് കിട്ടേണ്ട RHS. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയും സിമ്പിളാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഷോ ദാറ്റ് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ x ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്. ഇത് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെളിയിക്കാൻ പറയുന്ന സമയത്ത് അപ്പം പ്രൂവ് ദാറ്റ് എന്നുള്ള പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് LHS എടുത്ത് RHS കിട്ടിയാൽ മതി. ഷോ ദാറ്റ് എന്നുള്ള പ്രോബ്ലംസ് ആകുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് കാണിക്കാനോ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് ലെഫ്റ്റ് സൈഡ് കാണിക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് സാധാരണ ചെയ്യൽ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ എല്ലാം ടാനാണ്, എല്ലാ സാധനങ്ങളും ടാനാണ്. പിന്നെ ആംഗിൾസ് വരുന്നത് ഇവിടെ 3x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്, ഇവിടെ x ഉണ്ട്, ഇവിടെ അഗെയിൻ 3x ഉണ്ട്, 2x ഉണ്ട്, x ഉണ്ട്. അപ്പം x 2x 3x ഇതും ടാനും കൂടി ഇൻവോൾവ് ചെയ്യുന്ന എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സാധനം എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 3x ആണ്. എക്സും 2xും കൂടി ആഡ് ചെയ്താൽ 3x ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2x ഈക്വൽ ടു 3x ആണെങ്കിൽ ടാൻ 3x ഈക്വൽ ടു ടാൻ, അതായത് 3x ഈക്വൽ ടു 2x പ്ലസ് എക്സ് ആണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ആംഗിൾ, റൈറ്റ് സൈഡിലുള്ളത് രണ്ട് ആംഗിൾസിൻ്റെ സമ്മ്. അപ്പോൾ രണ്ട് സൈഡിലും ഉള്ള ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ടാൻ ഓഫ് ദാറ്റ് ആംഗിളും സെയിം ആയിരിക്കും. അതായത് ടാൻ 2x പ്ലസ് എക്സ് ആയിരിക്കും. അതായത് ടാൻ 3x ഈക്വൽ ടു ടാൻ 2x പ്ലസ് എക്സ്. ഇനി നമുക്ക് ഇവിടെ ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇതൊക്കെ ഈ ഫോർമുലാസിനൊക്കെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരുപോലത്തെ ഒരു കാര്യം ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ ഇവിടെ പ്ലസ് ആണ്. അപ്പം ടാനിനെ രണ്ട് എക്സും ടാൻ ഓഫ് എക്സും ടാൻ ഓഫ് വൈയും ആഡ് ചെയ്യുക. എന്നിട്ട് താഴെ 1 ഇട്ടിട്ട് ഒരു മൈനസ് ഇടുക. അതായത് മുകളിൽ പ്ലസ് ആണെങ്കിൽ താഴെ മൈനസ് ആയിരിക്കും. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിനെയും പ്രോഡക്റ്റ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഇതുപോലെ നിങ്ങൾക്ക് ടാൻ എക്സ് മൈനസ് വൈ എഴുതാം. ടാൻ എക്സ് മൈനസ് വൈ ആകുമ്പോൾ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫോർമുല നന്നായി പഠിക്കുക. എന്നാലേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടാൻ 2x പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ 2x ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള താഴെ കിടക്കുന്ന സാധനത്തിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ടാൻ 3x ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക ടാൻ 3x ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് ടാൻ 2x ഈക്വൽ ടു ടാൻ 2x പ്ലസ് ടാൻ എക്സ് ഇങ്ങനെ കിട്ടും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടാൻ 3xനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ടാൻ 3x കിട്ടും. മൈനസ് ഇതിനെ ടാൻ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടാൻ എക്സ് ടാൻ 2x ഇൻറ്റു ടാൻ 3x ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ടാൻ 2x പ്ലസ് ടാൻ എക്സ്. ഇനി എന്ത് ചെയ്യാം? ഈ മൈനസ് ഉള്ളതിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആകും. ഇവിടെ ഉള്ള രണ്ടെണ്ണത്തിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഈ മൈനസ് ഉള്ളതിനെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. അപ്പം ടാൻ എക്സ് ടാൻ 2x ടാൻ 3x. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? അതല്ലേ ടാൻ 3x 2x ഈക്വൽ ടു ദിസ്. അപ്പോൾ നമ്മൾ തെളിയിച്ചിരിക്കുന്നു. ഇത്രയും സിമ്പിളാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ് ഈക്വൽ ടു √2 കോസ് എക്സ്. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. അതായത് ഒന്ന് കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെയും ഫോർമുലാസ് പഠിക്കണം. അപ്പോൾ ആ ഫോർമുലാസ് ഒന്നും പഠിക്കാതെ തന്നെ ഇതിൽ നിന്ന് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് കോസ് എക്സ് പ്ലസ് വൈ ആണ്. കോസ് എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. എക്സിൻ്റെ സ്ഥാനത്ത് 5/4 ആണ്, വൈൻ്റെ സ്ഥാനത്ത് എക്സ് ആണ്. അപ്പോൾ അത് കിട്ടി. പ്ലസ് ഇനി കോസ് π/4 മൈനസ് എക്സ്. കോസ് π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് മൈനസ് വൈൻ്റെ എക്സ്പാൻഷൻ. കോസ് എക്സ് മൈനസ് വൈൻ്റെ എക്സ്പാൻഷൻ കോസ് എക്സ് കോസ് വൈ. അപ്പം കോസ് എക്സ് എന്ന് പറയുന്ന π/4 കോസ് വൈ എന്ന് പറയുന്ന എക്സ്
ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് π/4 ഇൻറ്റു സൈൻ വൈ എന്ന് പറഞ്ഞാൽ എക്സ്, സൈൻ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം കോസ് π/4. π/4 എന്ന് പറഞ്ഞാൽ ഏതാ ആംഗിൾ? π/4 എന്ന് പറയുന്ന ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് π/4 ഇൻറ്റു 180/π ചെയ്താൽ മതി. പൈയും പൈയും കട്ട് ചെയ്തു. 4 കൊണ്ട് ഇതാക്കുമ്പോൾ 4 × 4 16, 20, 45. അപ്പം കോസ് π/4 എന്ന് പറഞ്ഞാൽ കോസ് 45 ഡിഗ്രി, സൈൻ π/4 എന്ന് പറഞ്ഞാൽ സൈൻ 45 ഡിഗ്രി, കോസ് π/4 ഇതൊക്കെ നമുക്കറിയാം. കോസ് 45 സൈൻ 45 ഒക്കെ 1/√2 ആണ്. അപ്പോൾ ഇതെന്താവും? cos x ബൈ ഇൻറ്റു 1/√2 എന്ന് പറഞ്ഞാൽ cos x/√2 മൈനസ് സൈൻ എക്സ് ബൈ √2 പ്ലസ് cos x/√2 പ്ലസ് സൈൻ എക്സ് ബൈ√2. ഇവിടെ മൈനസ് സൈൻ x/√2 സൈൻ x/√2 ക്യാൻസലായി. ബാക്കി cos x അത് 2 പ്രാവശ്യം. അപ്പം 2 cos x/√2. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2ന് നമുക്ക് √2 ഇൻറ്റു √2 എന്ന് എഴുതാം. അപ്പോൾ ഒരു √2 ക്യാൻസലായി. ഒരു √2 ക്യാൻസലായാൽ ദിസ് ഈസ് ഈക്വൽ ടു √2 cos x. അതിൽ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ കിട്ടി. ഇങ്ങനെയാണ് സംഭവം. സിമ്പിളായിട്ടോ, നമുക്ക് ഫോർമുല അറിയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഫോർമുല ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരു പ്രോബ്ലം കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് cos 7x പ്ലസ് cos 5x ബൈ സൈൻ 7x മൈനസ് സൈൻ 5x ഈക്വൽ ടു cot x. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ നേരത്തെയൊക്കെ നമുക്ക് cos x പ്ലസ് വൈ എന്നുള്ള ഫോമായിരുന്നു. ഇവിടെ ഇപ്പം cos x പ്ലസ് cos y ഈ ഫോമിലാണ്. അതുപോലെ താഴെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ. ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഫോർമുല ഇത് പഠിക്കാൻ കുറച്ച് എളുപ്പമൊക്കെയാണ്. നിങ്ങൾ മനസ്സ് വിചാരിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ഫോർമുലാസ് ഇങ്ങനെയൊക്കെയാണ്. ആദ്യത്തേത് cos x പ്ലസ് cos y. അല്ല, ആദ്യം നിങ്ങൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ചെയ്തോ. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സൈൻ എക്സ് പ്ലസ് വൈ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ സൈനും കോസും മിക്സ് ചെയ്ത് വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും മിക്സ് ചെയ്ത് വരികയാണ് എന്ന് ആലോചിക്കുക. പിന്നെ വരുന്നത് ഒരു 2 വരും. മിക്സ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ രണ്ടും സൈനോ കോസോ ആയിട്ട്. അപ്പം ഇത് പ്ലസ് ആവുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആദ്യം സൈനും പിന്നെ കോസും. അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ഇങ്ങനെയായിരിക്കും. ഇതുപോലെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണെങ്കിൽ ഇതിൽ ഈ സൈനിൻ്റെ കോസിൻ്റെ റോള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് അത് 2 cos x പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഇങ്ങനെയാണ്. അതുപോലെ തന്നെ cos x പ്ലസ് കോസ് വൈ ആവുന്ന സമയത്ത് കോസ് വരുന്ന സമയത്ത് രണ്ടും സെയിം ആയിരിക്കും. അതായത് ഇവിടെ സൈനും കോസും ആയിരുന്നു. മറ്റേത് ഒന്നെങ്കിൽ ഇത് രണ്ടും സൈനായിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും കോസായിരിക്കും. അപ്പം cos x പ്ലസ് ആവുന്ന സമയത്ത് രണ്ടും കോസാണ്. അപ്പം 2 cos x പ്ലസ് വൈ ബൈ 2 cos x മൈനസ് വൈ ബൈ 2. അതുപോലെ cos x മൈനസ് കോസ് വൈ ആണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി വരും. ഇവിടെ രണ്ടും കോസായിരുന്നു, ഇവിടെ രണ്ടും സൈനായിരിക്കും. ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇത് ബൈഹാർട്ട് പഠിക്കലേ രക്ഷയുള്ളൂ. എല്ലാവരും ഇത് ഈ ഒരു സിമെട്രി ഒക്കെ മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് പഠിക്കലാണ്. ഈ സാധനങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചോളം നിങ്ങൾക്ക് പിന്നീട് പല ഇതിലും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഫോർമുല പഠിച്ചു എന്ന് വിചാരിച്ച് നഷ്ടമൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു സിമെട്രി മനസ്സിലാക്കിയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അതായത് ആ സ്ട്രക്ചർ മനസ്സിലാക്കുക.
ഇവിടെ എക്സും ഇവിടെ വൈയും ആണെങ്കിൽ ഇവിടെ വരുന്നത് അത് രണ്ടും കൂടി ആഡ് ചെയ്തതിൻ്റെ പകുതിയാണ്, ഇവിടെ വരുന്നത് ഡിഫറൻസ് എടുത്തതിൻ്റെ പകുതിയാണ്. അതുപോലെ ഇവിടെ ഒരു 2 വരുന്ന ആലോചിക്കുക, പിന്നെ ഇവിടെ സൈനും കോസും വരുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഈ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് വേഗം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെ ഞാൻ ഇതിനെ LHS എന്ന് വിളിക്കുന്നു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHS. അപ്പോൾ മുകളിൽ cos 7x plus cos 5x ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോർമുല ഇതാണ്, cos x plus cos y. എന്താണ് ഫോർമുല? 2 cos x plus y by 2. x എന്ന് പറയുന്നത് 7x, y എന്ന് പറയുന്നത് 5x. രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇൻറ്റു cos 7x minus 5x by 2. അത് കിട്ടി. ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് sin x മൈനസ് sin y എന്നാണ്. sin x മൈനസ് sin y ഇതാണ്. അത് വരുന്നത് 2 cos x plus y by 2. x plus y by 2 എന്ന് പറഞ്ഞാൽ 7x plus 5x by 2 ഇൻറ്റു sin 7x മൈനസ് 5x by 2. ഇനി ഇത് നമുക്ക് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പിന്നെ കുറേ കാര്യങ്ങൾ ക്യാൻസൽ ആയിപ്പോവും. 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോവും. കോസ് ഓഫ് ദിസ് എന്ന് പറയുന്നത് തന്നെയല്ലേ കോസ് ഓഫ് ദിസ്. അപ്പോൾ ഇതും കട്ടായി. ഇനി ഇതെന്താ? 7x നിന്ന് 5x മൈനസ് ചെയ്യുക. മൈനസ് ചെയ്താൽ 2x കിട്ടും. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x കിട്ടും. അപ്പോൾ cos x ബൈ താഴെയും അത് തന്നെ. അപ്പോൾ sin x. cos x-നെ sin x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ cot x എന്ന് കിട്ടും. അതാണ് നമ്മളെ RHS. അപ്പം നമ്മൾ ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഓക്കെ.